ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വേറെ നല്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൂടി പറയാം. അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി മീഡിയയ്ക്ക് മുന്നിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു അസോസിയേഷനാണ്, അതിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം എന്നതാണ് അവർ പറയുന്ന കാര്യം. അൻസിബയെ സംബന്ധിച്ച് അൻസിബ ഒരുപാട് കാര്യങ്ങൾ, അൻസിബയ്ക്ക് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഒന്നും ഒരു തീരുമാനമെടുക്കാനോ ആ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനോ ഒന്നിനും അവരോട് സഹകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത് പറയാൻ മീഡിയ മാത്രമേ ഉള്ളൂ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞേ പറ്റും. അതിന് അവർ മീഡിയ സെലക്ട് ചെയ്തു. ഓക്കെ, ചില അൻസിബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ബിഗ് ബോസിലൂടെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ദിവസങ്ങളോളം ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ആ ഒരു അൻസിബ വന്ന് പറയുന്ന, മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നും, ഒരു കളത്തരമില്ലാതെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആ കുട്ടി പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തി. അവർ പറയുന്നത്, അവരവിടുത്തെ പ്രസിഡൻ്റാണ്. ഒന്നാമത്തെ കാര്യം, അവർ പറയുന്ന ഒരു വിഷയം, ഒന്നാമത് അവർ ഒരു സംഭവങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ്. അവർ തന്നെ പറയുന്നുണ്ട്, പല കാര്യങ്ങളും അവർക്ക് അറിയുന്നില്ല. അൻസിബ ഒരു പ്രശ്നം അവരുടെ മുന്നിൽ, രണ്ട് മെമ്പേഴ്സ് തമ്മിൽ, അവിടെയുള്ള അവരുടെ അസോസിയേഷനിലെ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ ഒരു വിഷയം നടന്നപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ കേസ് വരെ ആയി. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ കാര്യം, ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു സംഘടനയുള്ള രണ്ട് പേര് തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ അവരെ വിളിച്ച് ഇരുത്തി സംസാരിക്കേണ്ട വിഷയമായിരുന്നു. അതുപോലും ചർച്ച ചെയ്യാൻ പ്രസിഡന്റിന് പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ആൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹയാണോ? ഓക്കെ, അടുത്തത് ടിനിറ്റോം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് അൻസിബ ഇങ്ങനെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ടിനിറ്റോം പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇതുവരെ അസോസിയേഷനിൽ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന് ടിനിറ്റോം അവിടെ വന്ന് പറയുന്നുണ്ട്, മീഡിയയോട് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നീനാക്കുറുപ്പ് എന്നുള്ള വ്യക്തി ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് നീനാക്കുറുപ്പ് വന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം അവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. നീനാക്കുറുപ്പ് എന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിനിറ്റോം പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തത് നമുക്ക് ലക്ഷ്മിപ്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ഇതുപോലെ ബിഗ് ബോസിലൂടെയും അല്ലാതെയും എല്ലാവർക്കും സുപരിചിതയായ ഒരു നടിയാണ്. ഈ അവസാനമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ നടിയുടെ വായിൽ നിന്ന് എന്തൊക്കെ വരുമെന്ന് നമ്മൾ ആ നീനാക്കുറുപ്പിനെ വിളിച്ച ഒരു സംഭാഷണം പുറത്തു വന്നിരുന്നു. അതിലൂടെ നമുക്ക് നന്നായിട്ട് അറിയാം ലക്ഷ്മിപ്രിയയുടെ സംസാര രീതിയും കാര്യങ്ങളും. അപ്പോൾ അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുകയും സ്റ്റേഷനിൽ വിളിച്ച് വരുത്തുകയും ചെയ്ത സമയത്ത് അൻസിബ പറയുന്നുണ്ട്, 3 മണിക്കൂറോളം അൻസിബ ഇട്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്ന്. ലക്ഷ്മിപ്രിയയെ പോലെ ഒരു വ്യക്തി നമുക്കറിയാം, അവരുടെ സംസാര രീതി അറിയാം. അപ്പോൾ എത്രത്തോളം അൻസിബ അവിടെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും നമുക്ക് ഏകദേശം ഊഹിക്കാം മാനസികമായി. അടുത്ത വിഷയം എന്ന് പറയുന്നത് ജിഹാദി എന്ന് അൻസിബയെ നമ്മുടെ ടിനിറ്റോം വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നടി ഉഷ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പറിലിരിക്കുന്ന ആൾ തന്നെ ഉഷ എന്ന നടിയെയും ഇതുപോലെ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഉറപ്പായി. ഇതിന് മുന്നേയും ഈ വിളി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനോട് പല ആൾക്കാരും വന്നിട്ടുണ്ട്. കാരണം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിലും വനിതകൾ മുന്നിൽ വരണമെന്നും ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ശശിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ അവരുടെ മെമ്പേഴ്സിനെ മാത്രമല്ല, അവരുടെ എക്സിക്യൂട്ടീവ്സിനോ അവരുടെ മെമ്പേഴ്സിനോ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ, ഇത് തെളിയണം എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരനായ കേരളത്തിലെ ജനങ്ങൾ, മലയാള സിനിമ കാണുന്ന വ്യക്തികൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ സത്യം തെളിഞ്ഞേ പറ്റൂ. അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും മോശമായ പ്രവൃത്തികളോ അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിഞ്ഞേ പറ്റൂ. പിന്നെ അഴിച്ചുപണികൾ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോടും ഭാരവാഹികളോടും അമ്മ എന്ന സംഘടനയോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത് അഴിച്ചുപണികൾ നിങ്ങൾ ആലോചിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് അൻസിബയ്ക്ക് നീതി കൊടുക്കുക. അൻസിബയ്ക്ക് മാത്രമല്ല, ഇതുപോലെ തുറന്ന് പറയാൻ മടിയുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് മെമ്പേഴ്സ് ഈ സംഘടനയ്ക്കുള്ളിലുണ്ടാവും. ധൈര്യപൂർവ്വം മുന്നോട്ട് വരിക. നേതൃസ്ഥാനം നല്ല കരുത്തുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഏൽപ്പിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.